നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മീനുകളുടെ വായുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ മൂക്കിന് 2 ഹോൾസ് ഉള്ളതുപോലെ, അതായത് നോസ്ട്രിൽസ് ഉള്ളതുപോലെ മീനുകൾക്കും 2 ഹോൾസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന മീനുകളെ ശ്രദ്ധിച്ചാലും അവരുടെ കണ്ണിന് തൊട്ട് താഴെയായിട്ട് വായുടെ തൊട്ട് മുകളിലായിട്ട് 2 ഹോൾസ് കാണാം. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മൂക്കിൻ്റെ ഹോൾസ് പോലെ നോസ്ട്രിൽസ് ആയിരിക്കുന്നതാണ്. അതായത് അവരുടെ ബ്രീതിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. മീനുകൾ ബ്രീത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗിൽസും അവരുടെ മൗത്തുമാണ്. മീനുകളിലുള്ള ഈ ഒരു നോസ്ട്രിൽസ്, ഇതിനെ നമുക്ക് നോസ്ട്രിൽസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ബ്രീത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൂക്കിൻ്റെ ഹോൾസിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഇത് യൂസ് ചെയ്യുന്നത് ബ്രീത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഈ 2 ഹോൾസ് അല്ലെങ്കിൽ നോസ്ട്രിൽസിനെ പറയുന്ന പേര് നെയേഴ്സ് എന്നാണ്. NARES, നെയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്മെല്ല് സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നോസ്ട്രിൽസ് അല്ലെങ്കിൽ നെയേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകൾക്കും ഉണ്ട്. അപ്പോൾ അതിന് ബ്രീതിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് സ്മെല്ലിങ് മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഫുഡ് സെൻസ് ചെയ്യുന്നതിന് ഒരു പേര് പറയും. ആ പേരാണ് ഓൾഫാക്ഷൻ. അപ്പോൾ ഈ നെയേഴ്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നെയേഴ്സ് ഇല്ലാത്ത മീനുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നെയേഴ്സ് ഉള്ള മീനുകൾക്കെല്ലാം തീർച്ചയായിട്ടും ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഫുഡ് സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഈ നെയേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊന്നും മുമ്പ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി മുമ്പ് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.